പശ്ചിമേഷ്യ ഭയക്കുന്നത് എന്ത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന്റെ കെടുതികൾ എല്ലാവരെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഇറാൻ അതിശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ എതിർക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലാണ് എന്നതാണ് ഇറാൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. യുദ്ധം മേഖലയാകെ വ്യാപിച്ചാൽ ഒരു തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധത്തിൽ കൃത്യമായി തന്നെ ഒരു നിലപാടെടുത്തിരുന്നു. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അതൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഗാസയിലായാലും ഇപ്പോൾ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണത്തിലായാലും അതിൽ രണ്ടിലും കൃത്യമായ നിലപാട് ഇറാൻ എടുത്തിട്ടുണ്ട്. ആ നിലപാടുകൾ പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ ഇസ്രായേലിന് സാധ്യമാകുന്നതുമല്ല. ഇസ്രായേലിന് കൃത്യമായ ഒരു നയമുണ്ട്. അത് ഹിസ്ബുള്ളയെയും ഹമാസിനെയും അത് ഭീകരവാദ സംഘടനകളാണ്, അവരെ തുരത്തും എന്ന പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. അത് ഒരേ സമയം ഗാസയിൽ തുടരുന്നു. അതേ സമയം തന്നെയാണ് ആക്രമണം ഇപ്പോൾ ലബനനിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ കരയുദ്ധം നടത്തുന്നു. അതേസമയം വ്യാപകമായ രീതിയിൽ തന്നെ വ്യോമാക്രമണവും തുടരുന്നു. പ്രത്യേകിച്ച് അത് ജനവാസ മേഖലയിലാണ് നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾ വലിയ രീതിയിൽ ആളുകളുടെ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ വലിയൊരു യുദ്ധഭീതി ആ മേഖലയിൽ ഒന്നാകെ സൃഷ്ടിച്ചിരുന്നു. അത് കുറെ കൂടി സങ്കീർണമാക്കുന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ തിരിച്ചടി. അത് ഏത് രീതിയിലാകും ഇസ്രായേൽ അതിനുള്ള മറുപടി നൽകുക എന്നതടക്കം നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക അടക്കം വലിയ പിന്തുണ, അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പിന്തുണ ഇസ്രായേലിന് നൽകുന്നുണ്ട്. മാത്രമല്ല സൈനിക ശക്തിയിൽ ലോകത്ത് തന്നെ വലിയ സൈനിക ശക്തിയിൽ തന്നെ ഉള്ള രാജ്യമാണ്. ആണവായുധങ്ങളിലടക്കം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും, അതായത് ഇറാനും ഒട്ടും പിന്നിലല്ല. ഇറാൻ തിരിച്ചടിക്കുന്നു. അതിനുള്ള മറുപടി ഇസ്രായേൽ നൽകുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക്, അതായത് മറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ എണ്ണവിലയിലടക്കം ഇത് പ്രതിഫലിച്ചു തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വിപണിയിലടക്കം ഇതിൻ്റെ ഒരു ചിത്രം അത് ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ അത് ഏത് രീതിയിലായിരുന്നു ഒരു സാമ്പത്തിക മാന്ദ്യം സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് മേഖലയെ ഒന്നാകെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയാൽ അത് വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക. അതിന് ഉള്ളിൽ തന്നെ ഈ യുദ്ധം തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്. പക്ഷേ അത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നത് കാര്യമടക്കം നമുക്ക് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വിവരങ്ങളൊന്നും ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനില്ല എന്നുള്ളതുമാണ്. അതായത് അവിടെ ഇപ്പോഴും ഈ മിസൈൽ വർഷം തുടരുന്നു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിയുന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചുള്ള വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.